കുണുങ്ങി കുണുങ്ങി നടക്കണ ഡൈനോസർ അവൻ സീനാണ് കൈസ്. അവൻ സീനാണ് കൈസ്. അവരാണ് ആള്. അവനാള് ചെയ്യാം. പിന്നെ ആ ഒരു മെക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. എപ്പിസോഡ് നമ്പർ 3 ആണ്. എവിടുക്ക ഇങ്ങനെ ഓടുന്നെന്ന് കരുതിയാല് നമുക്ക് ഒരു ഡൈനോസറെ ടീം ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. അവനെ ട്രാപ്പ് ചെയ്തായിരുന്നു. പക്ഷെ ആ ട്രാപ്പ് നയിച്ചിട്ട് അവൻ ഓടി. കാണുന്നില്ല. നീ കണ്ടായിരുന്നടാ അന്നയുടെ ഓടോ. നമ്മള് ട്രൈക്കിനെ കുറെ ടൈം ചെയ്യാൻ വേണ്ടി നോക്കി, ബട്ട് നടക്കുന്നില്ല ഗൈസ്. ട്രൈക്ക് ഈസ് സോ ഹാർഡ്. എല്ലാരും അടിച്ചിട്ടെ തീയെ കൊണ്ട് പോകണതാ. നമ്മൾ ട്രൈക്കിനെ കുറെ നോക്കി. ചിലപ്പോൾ ഒന്നുകൂടെ നോക്കണം. ടൈമിങ് സോ ഹാർഡ് ഗൈസ്. കാരണം ഞാൻ ട്രൈക്ക് പറയുമ്പോൾ അങ്ങനത്തെ ആണ്. എങ്ങനെയാലും അവനെ ട്രാപ്പിൽ കുടുക്കിയിട്ട്, ട്രാപ്പല്ല ഞാൻ ഓർഗാനിക് ട്രാപ്പാണ് ഇത്. ഞാൻ മലന്റെ മുകളിൽ നിൽക്കും, അവൻ അടി നിർത്തിയിട്ട് ഞാൻ അടിക്കും. അവന് കയറാൻ കഴിയൂല. പക്ഷെ അവൻ ചത്തു പോവാണ്. കോൺഷ്യസ്നെസ് ആവണം, അത് ബോധം കിടണം, എന്നാലും ടീമേ കഴിയും. ചത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ 3 എണ്ണത്തിനെ ഇപ്പൊ കൊന്നു കഴിഞ്ഞു ടൈം ചെയ്യാന്നുള്ള പേരിൽ. പിന്നെ ഇതാണ് നമ്മുടെ വീട് ഗൈസ്. പുതിയ വീട്. നമ്മൾ കുറെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ കാര്യമായിട്ടൊന്നുമില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. കുറച്ചധികം മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ ഉള്ളൊരു സ്റ്റെയർ വെച്ച്, പിന്നെ മുകളിലൊരു തട്ട് ഉണ്ടാക്കി. കുറച്ച് മാറ്റം. പിന്നെ ചെറിയ വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. കാരണം പെട്ടെന്ന് ടൈം ചെയ്യാൻ കഴിഞ്ഞേക്കാണെങ്കിൽ സുഖേന്. അഥവാ ഈ വീട്ടിൽ ടൈം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ചെറിയ ഡൈനോസറിന്റെ ടൈം ചെയ്യും. ഞാനെന്താ നോക്കുന്നത്, ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് ബോല. ഇത് വെച്ചിട്ടാണ് നമുക്ക് ട്രാപ്പ് ചെയ്യാൻ കഴിയും ഡൈനോസറിനെ. ഇത് വെച്ച് ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് കേട്ടപ്പോൾ അതൊക്കെ അടിച്ചിടാം. ഈ ടൈം ചെയ്യേണ്ട ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കാരണം. പക്ഷെ ഇത് ടൈം ആണതിൻ്റെ ഇടയിൽ ചത്തു കഴിഞ്ഞാൽ വൻ സീനാണ്. ചില ഡൈനോസേഴ്സ് ട്രാപ്പായി ഗൈസ്. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുമോ? ഞാൻ ഇവിടുന്ന് ചത്തിട്ട് കാണിച്ചാൽ ഞാൻ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ചാവേണ്ടി വരും. ചത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. സോ നമ്മള് ഈ ആരോ ഉണ്ടാക്കി. ഈ ആരോ യൂസ് ചെയ്താൽ ട്രാങ്ക് ആരോ ഈ ഡൈനോസേഴ്സ് പെട്ടെന്ന് മയങ്ങി പോകുന്നു. ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ കണ്ടു. സോ നമുക്ക് ഇനി ഡൈനോസറെ തപ്പി പോകണം. ഞാൻ ഇവിടെ മറ്റേ പാരാസോറസ്, ആ തലയിൽ കൊമ്പുള്ള സാധനം. അതായത് തന്നെ ഇത് ട്രൈക്കാണ്. ഇവരെ നമുക്ക് അടിക്കല് നടക്കൂല. ഡീഹൈഡ്രേറ്റഡ് ആയി. നമുക്ക് അവിടെ എവിടെയൊക്കെ പോയിട്ട് അടിക്കേണ്ടി വരും. കാരണം ഇത് ഇച്ചിരി സീനാണ്. ഇത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പിടിക്കാൻ നോക്കാം. ഈ എപ്പിസോഡിൽ നടക്കത്തില്ല. സോ നമ്മൾ ഇനി പോയിട്ട് അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്പോണായിട്ട് ഐലൻഡ് ഉണ്ടല്ലോ, അവിടെ കുറെ ഈ പാരാസോറസ് സ്പോൺ ആവാനുണ്ട്. ഇവിടെ മെയിനായിട്ട് സ്പോൺ ആവണം മറ്റേ ഹെറേറസോറസ് ഒക്കെ. പിന്നെ ഗൈസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ടൈം ലിമിറ്റ് ഒക്കെ 150 ആണ്. പക്ഷെ ഒന്നുണ്ട്, നമ്മളൊരു ഹെറേറസോറസ് അവിടെ കുടുങ്ങി കിടപ്പുണ്ട്. ഞാൻ കുറെ പീസിലടിച്ച് നോക്കി, പക്ഷെ വരുന്നില്ല. ഏതായാലും നമ്മക്ക് പോയിട്ട് അവിടെ നിന്ന് ഫുഡ് എടുക്കണം. നമ്മളെ ഫുഡ് കഴിഞ്ഞ് ഇവിടെ ഉള്ളു. നമ്മളെ വീട്ടിൽ നമ്മള് ഫുഡ് കുക്ക് ചെയ്യാച്ചതിന് അത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതും എടുത്തിട്ട് നമുക്ക് നേരെ നമ്മളെ സ്പോണായിട്ടുള്ള ഐലൻഡിലേക്ക് പോയി നോക്കാം. ഇവിടെയാണ് നമ്മളെ വീട്. ഓക്കെ, നമ്മളെ വീടൊക്കെ ഉണ്ട് ഗൈസ്. വീട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ഇവിടുന്ന് ലൊക്കേഷൻ മാറ്റും. അപ്പോഴല്ല, പിന്നെ ഒന്ന് അപ്ഗ്രേഡ് ആവട്ടെ കുറച്ചെങ്കിലും. നമുക്ക് അടുത്ത എപ്പിസോഡ് ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒരു മറ്റേ ട്രൈക്കിനെ പിടിക്കണം. ട്രൈക്ക് വൻ യൂസ്ഫുൾ ആണ്.
നമുക്കിങ്ങനെ നമ്മളെ എനർജി വേസ്റ്റ് ആക്കാതെ ഒന്ന് ട്രാവൽ ചെയ്യാനും പിന്നെ നമുക്ക് മരം ബെറീസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ട്രൈക്കാണ്. സോ ട്രൈക്കിന് വന്ന ടൈം അതിൽ മസ്റ്റാണ്. പിന്നെ അടുത്ത എപ്പിസോഡ് തൊട്ട് നമുക്ക് മെറ്റൽക്ക് മാറണം. ഇതിപ്പോൾ നമ്മൾ സ്റ്റോൺമേല നിൽക്കുന്നത്, നമുക്ക് മെറ്റൽക്ക് മാറണം. ഇവിടെ ഒളിഞ്ഞ് നോക്കിയോണ്ട് ഗൈസ്. പിന്നെ ഒരു ബ്രോ പറഞ്ഞായിരുന്നു, കമൻറ്റിൽ പറഞ്ഞായിരുന്നു പേഴ്സ്പെക്റ്റീവ് മാറ്റി കളിക്കണം. ഈ രീതിയിൽ പേഴ്സ്പെക്റ്റീവ് മാറ്റി തേർഡ് പേഴ്സൺ എനിക്ക് ഇത് ഇഷ്ടമല്ല, ഒരു സുഖം കിട്ടുന്നില്ല. എന്താ അറിയില്ല, ഞാൻ പിന്നെ മൈൻഡ് ക്രാഫ്റ്റ് ഇതാ അവിടെ പോകണം. ഓക്കെ അത് അർജൻറ്റ്, അത് അവിടെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം അവനെ ടൈം ചെയ്യാം. നമ്മളെ കയ്യിൽ മീറ്റ് ഉണ്ടാവില്ല ആളെ നമ്മളവിടുന്ന് ഫുഡ് എടുത്തിട്ടില്ലേ, ഇപ്പം അതിന് ടൈം ചെയ്യണ്ട. ഇത് അവിടെ ഒരു ടീം നിൽക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം. പക്ഷെ അവിടെ ആ ഡൈനോസർ ഉണ്ടോ, ആ കുണുങ്ങി കിടക്കുന്ന ഡൈനോസർ, അവൻ സീനാണ് ഗൈസ്. അവൻ ചൊറയാണ്. അവനാണ് നമ്മളെ വേറെ ഹെയർസോഴ്സ്, ആ ടോട്ടൽ 3 ഹെയർസോഴ്സിൽ ടീം ചെയ്തിരുന്നു. 2 അവൻ തട്ടി ഗൈസ്, വെറുതെ ഒരാവശ്യമില്ലാത്ത. അവനാണെങ്കിൽ ഹെർബിവോർസ്, അതായത് പുല്ല് കഴിക്കണ ജീവി. അവൻ വെറുതെ തട്ടി കളയാം. നമ്മൾ കുറേ വട്ടം കൊന്നു. ഒന്നിനും തപ്പി പോകുമ്പോൾ കാണൂലല്ലോ. തൽക്കാലം ഇപ്പം ഇവനെ തട്ടിയിട്ട് കുറച്ച് മീറ്റ് എടുക്കാം. സോഴ്സിനെ കാണുകയാണെങ്കിൽ നമുക്ക് ടൈം നോക്കിക്കേ ഗൈസ്, ഒറ്റ കാണില്ല. ഗായ്സ് അവിടെ ഒന്നുണ്ട്, നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. പക്ഷെ അവിടെ മറ്റേ പന്ന ഡൈനോസർ ഉണ്ടെങ്കിൽ നടക്കൂല, പ്രശ്നമാണ്. നമ്മളടുത്തൊക്കെ വരുന്നത്, അപ്പൊ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. എത്ര ലെവല് നോക്കട്ടെ, ഒരു 15ന്റെ മുകളിൽ നമുക്ക് എടുക്കാം. വേറെ ഉണ്ടാക്കാം, വേറെ എവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കാം. ലെവല് കൂട്ടാൻ നല്ല ടാസ്ക്കാണ്. അല്ല അവന് തന്നെ എടുക്കേണ്ടി വരും ഗൈസ്, കാരണം ഇവിടെ ഒറ്റ കാണുന്നില്ല. അവൻ സീനാണ് ഗൈസ്, അവനാണ് ചെയ്യാം. പിന്നെ ആ ഒരു മെക്ക് മറ്റേ റോബോട്ടിക് ആയിട്ടുള്ള ഒരു പാരാസോറസ് ഉണ്ട്, ബട്ട് എനിക്ക് അതിന് ഇഷ്ടമല്ല. എനിക്ക് ഓർഗാനിക്കാണ് ഇഷ്ടം. അതിനെ കൊല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓയില് നട്ട് പോയിട്ട് അങ്ങനെ കിട്ടുക, രസം. ഫോളോ ചെയ്താൽ ടൈം ആവുന്നുണ്ട്. അവനെ നോക്കണം കഴിച്ച് അതിൻ്റെ ഇടയിൽ. അവൻ പ്രശ്നക്കാരന്.
ആവത്തില്ല കഴിച്ച ഷാബാനെ. കൊല്ലുന്നതിന് പ്രശ്നമില്ല, പക്ഷെ തിന്നിട്ട് പോയിപ്പോന്നാല് ഹണ്ടിങ്ങിന് വേണ്ടി കൊല്ലാണ് പ്രശ്നമല്ലായിരുന്നു. വെറുതെ കൗതുകത്തിന് കൊല്ലുക. ടൈം കഴിഞ്ഞൊക്കെ നമുക്ക് മുൻകൂട്ടി പോവാനേ. സാഡിൽ ഇപ്പൊ ക്രാഫ്റ്റ് ചെയ്യാൻ കഴിയാവോ? ഞാൻ മെയിലോ ഫീമെയിലോ നോക്കിയില്ല. ആ ഫീമെയിൽ. നമ്മളെ ഫോളോ ചെയ്യേ. ഓക്കെ, നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് ഇവനെ കൂടി ടൈം ചെയ്യണം ഗൈസ്. നമ്മളെത്ര ലെവൽ നോക്കട്ടെ. മെയിലാണെങ്കിൽ എന്താ നമുക്ക് ടൈം ലെവൽ നോക്കണ്ട. നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് എഗ് കളക്ട് ചെയ്താൽ ചിലക്ക് ഉപകാരം ഉണ്ടാവും. ഫീമെയിലാണ് ഗൈസ്, ലെവൽ 2. അതുകൊണ്ട് നമുക്ക് ഇനി ബേസിലോട്ട് സാഡ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് റൈഡ് ചെയ്തിട്ട് ഈ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ആക്കാം. സത്യം പറയണല്ലോ, ഇന്നലെ തൊട്ട് ഇരിക്കുക അതേമാതിരി ഓടി വരുന്നൊക്കെ. ഓ ലെവൽ 14 പ്രശ്നമല്ല, പതുക്കെ കൂടിക്കോളും. നമുക്ക് 80 ലെവൽ. അടുത്ത എപ്പിസോഡിൽ ട്രൈക്കിന് ടൈം ചെയ്യണം. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്കൊരു കാർണിവോറസ് ആയിട്ടുള്ളൊരു ഡൈനോസർ ടൈം ചെയ്യണം. റാപ്റ്റർ ടൈം ചെയ്യാനല്ല പോയിട്ടുണ്ടെങ്കിൽ ജുറാസിക് വേൾഡിലെ കണ്ടില്ല, ഇതേപോലെ സെറ്റാക്കി ഒരു പാക്കായിട്ട് കൊണ്ടുപോകാം റാപ്റ്റേഴ്സിനെ. നമുക്കിങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കാം. ആ ഗ്രൂപ്പിൽ ഓരോ ഒക്കെപ്പാടെ ആഡാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓൽക്കായിട്ട് സെപ്പറേറ്റ് കമാൻഡ് കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ നമുക്ക് ആ പറക്കുന്ന കേസ്, അതിൻ്റെ പേരെന്തായിരുന്നു, അതിന് കുറേ എൻ്റെ കൈ കിട്ടിയിരുന്നു കേസ്. പക്ഷേ ഞാൻ 3-4 കൊന്നു ഞങ്ങൾ ട്രാപ്പാക്കിയിട്ട്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അപ്പോൾ ട്രങ്കാരം ഉണ്ട്. ഉണ്ടാക്കാൻ എന്തൊക്കെയാ വേണ്ടി നോക്കണം. സ്റ്റോപ്പായി. ഞാൻ ഓടുന്നാണ് ഇനി സാഡ് ഉണ്ടാക്കണല്ലേ. പാരാസോറസ് സൈഡിൽ ഹൈഡ് 10, 15 വുഡ്, ഫൈബർ 80 ഹൈഡ്. ഹൈഡൊക്കെ ഇഷ്ടംപോലെ ഉണ്ടോ ഹൈഡ് നമ്മുടെ കൈ ഇൻവെന്ററിയിലാണ്. ഹൈഡ് 10, പിന്നെ വുഡ് ഫൈബർ അല്ലേ. ചെയ്ത് അതിനെ റൈഡ് ചെയ്ത് നോക്കാം. ലെവലപ്പായി പറഞ്ഞല്ലേ, പെട്ടെന്ന് പെട്ടെന്ന് ലെവലപ്പാവും. പിന്നെ സ്റ്റാമിന ഹെൽത്ത് കൂട്ടാം.
സ്ട്രെങ്ത് മാക്സിമം കൂട്ടിയാൽ മതി. ഹെൽത്ത്, സ്റ്റാമിന, വിടുമ്പോൾ സ്ട്രെങ്ത് 3 കൂട്ടിയാൽ മതി. ഇപ്പോൾ ബാക്കിയൊക്കെ ഒന്ന് സെറ്റാണ്. ഗൈസ് നമ്മൾ ഡൈനോസർ ടൈം ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഗൈസ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ട്രൈക്കൽ ടൈം വേണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഏത് ഡൈനോസർ ടൈം വേണമെന്ന് നിങ്ങൾ പറയും. ഓക്കെ, ആ ഡൈനോസർ നമുക്ക് ടൈം ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഗെയിം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരാൻ കഴിയും. അല്ല ജസ്റ്റ് നമ്മൾ കുറച്ച് മുമ്പത്തെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സെറ്റ്. അപ്പം ബൈ ബൈ.